ഹായ്, ഈ കെട്ടുകെട്ടായിട്ടിരിക്കുന്ന സാധനം കണ്ടിട്ടുണ്ടോ? ഇതാണ് അസ്പരാഗസ്, അഥവാ നമ്മുടെ ശതാവരി. ഇതിൻ്റെ കിഴങ്ങാ സാധാരണ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഷൂട്ട് ഇങ്ങനെ അവൈലബിൾ ആയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇത് നാട്ടിൽ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. കിട്ടുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് സാധനം നമുക്ക് റോസ്റ്റ് ചെയ്ത് സാമൻ്റെ കൂടെയൊക്കെയാണ് കഴിക്കുന്നത്. അല്ലാതെ സാലഡ്സിലും സൂപ്സിലും ഒക്കെ യൂസ് ചെയ്യാം. നമ്മളിവിടെ ഏതായാലും നമ്മുടെ നാടൻ രീതിയിൽ ഇനി ഒന്ന് തോരൻ വെക്കാൻ പോവുക. ഇതിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? ധാരാളം ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഹെൽത്തിന് നല്ല അടിപൊളി സാധനമാണ്. കിഡ്നീസിനും ഒക്കെ വളരെ നല്ല സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ ഷൂട്ട് എടുക്കുമ്പോൾ ഇതിൻ്റെ അറ്റത്തിന് ഇത്തിരി കട്ടി കൂടുതലാണ്. ആ ഭാഗം നമ്മളങ്ങ് ഒടിച്ച് കളയും. ഇപ്പോൾ റോസ്റ്റ് ചെയ്യാനാണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. റോസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ ഇതിൻ്റെ അടിവശം ഒന്ന് ഒടിച്ച് കളഞ്ഞ് നമ്മളൊന്ന് കഴുകിയെടുത്തിട്ട് നമുക്കിനി ഒന്ന് ചോപ്പറിലിട്ട് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ഇനി ഇതിൻ്റെ കൂടുതൽ ഞാൻ അരിയാൻ പോകുന്നത് ഒരു മീഡിയം സൈസിലൊരു സവോളയും കൂടെ എടുത്തിട്ടുണ്ട്. ഇതും കൂടെ നമുക്ക് ചോപ്പറിലിട്ട് തന്നെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഇപ്പം ഇത് രണ്ടും ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ട സാധനങ്ങളും കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു അരക്കപ്പ് തേങ്ങയുണ്ട്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുണ്ട്, കുറച്ച് പച്ചമുളകുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് എടുത്താൽ മതി. ഇനി പാൻ വെച്ചിട്ട് പാനിൽ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുക. ഇത്തിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് സവാള വഴണ്ട് വരുന്ന സമയത്ത് നമുക്ക് ശതാവരി അരിഞ്ഞു വെച്ചേക്കുന്നതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ആകുന്ന സമയത്ത് നമുക്ക് ചേർക്കാനുള്ള അരപ്പ് റെഡി ആയിരിക്കണം. അപ്പോൾ അരപ്പെന്ന് പറയുന്നത് ഞാൻ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും മഞ്ഞളും പച്ചമുളകും കൂടെ ഒന്ന് ചുമ്മാ ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് കറക്കി എടുത്താൽ മതി. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, വെറുതെ ഒന്ന് കറക്കി എടുക്കുക. ശതാവരി ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കിനിയും ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പാണ്. അപ്പോൾ ആ അരപ്പ് അവസാനം നമ്മൾ ഈ മിക്സി ഒന്ന് കഴുകുകയല്ലേ, ഒരു 2-3 സ്പൂണ് വെള്ളം ഒഴിച്ച് വേണം അതൊന്ന് കഴുകിയെടുക്കാൻ. അപ്പോൾ ആ വെള്ളം മാത്രമേ ഈ കറിക്ക് ബേസിക്കലി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. വേറെ ഒരു വെള്ളവും നമ്മൾ ചേർക്കുകയില്ല. ശതാവരിയിൽ നിന്ന് ആവശ്യത്തിന് വെള്ളം ഇറങ്ങി ഈ കറി തന്നെ കുക്കായിക്കോളും. അപ്പോൾ നമ്മളിതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്കൊന്ന് കൂട്ടി വെച്ച് ഒന്ന് ഞെക്കി വെക്കാം. അപ്പോൾ നമ്മുടെ ആവിയിൽ നിന്ന് ചൂടടിച്ചിട്ട് ആ ആവിയിൽ നിന്ന് തന്നെ അത് കുക്കാവും. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഒന്ന് ചിക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മളൊന്ന് നിരത്തിയിട്ട് വേകുന്നതനുസരിച്ച് നമ്മളൊന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. പിന്നെ ലാസ്റ്റ് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതെല്ലാം കൂടി ഒന്ന് നിരത്തിയിടുക. പാനിലേക്ക് നന്നായിട്ട് നിരത്തിയിടുമ്പം ഫൈനലി ഇനി എന്തെങ്കിലും വെള്ളമയം ഉണ്ടെങ്കിൽ അതങ്ങ് പോയി കിട്ടിക്കോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി ഈ കുക്ക് ചെയ്യാൻ വേണ്ടി. പിന്നെ നമുക്ക് കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ, ഹൈ ഫ്ലെയിമിൽ ഇടാതിരിക്കുക, കാരണം ഇത് പെട്ടെന്ന് അടി പിടിക്കും. പിന്നെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ കറി ഉണ്ടാക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇത് അവൈലബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ. ഉണ്ടാക്കിയിട്ടുള്ളവരുടെ കാര്യമല്ല കേട്ടോ, ഉണ്ടാക്കാത്തവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ചോറിൻ്റെ കൂടെ അടിപൊളി കറിയാണ്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.